നമസ്കാരം. സിനിമാ കാര്യങ്ങൾ പരസ്യരംഗത്തെ ഒരു പ്രമുഖ സംവിധായകനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു, ശ്രീ മാത്യു പോൾ. എനിക്ക് ചോദിച്ചറിയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കഥകളുണ്ട്. കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് കലാമണ്ഡലത്തിൽ ചെണ്ട വിദ്യാർത്ഥിയായിരുന്നു. ഷോർട്ട് ടൈം കുറച്ച്. എത്ര കാലം ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ ചെണ്ട നാട്ടിൽ പഠിച്ച. അതിനു മുമ്പ് എനിക്കൊരു കൊട്ടിയായിരുന്നുണ്ട്. ഞാൻ ഈ കേരള യൂണിവേഴ്സിറ്റി വിന്നറായിരുന്നു കോങ്കോ ഡ്രംസിൽ 74, 75 2-3 വർഷമൊക്കെ. ചെണ്ടയോട് ഇഷ്ടം കയറി നാട്ടിൽ ചെണ്ട കുറേ അധികം നാൾ പഠിച്ചു. പിന്നെ കഥകളി ചെണ്ട പഠിക്കാൻ വേണ്ടി മാത്രമാണ് കലാമണ്ഡലത്തിൽ പോകുന്നത്. കൃഷ്ണൻകുട്ടി പുതുവാളാശാൻ്റെ ശിഷ്യനായിട്ട് വാരണാസി ആശാനുണ്ട്, ചന്ദ്രമൻ നാടിയാർ, അച്ചുണ്ണി പുതുവാളാശാൻ, അവരുടെ കീഴിൽ ചെണ്ട പിടിച്ചു. അവിടെ പുറപ്പാട് മേളപ്പദം കൂത്തമ്പലത്തിൽ അരങ്ങേറിയ ശേഷം കലാമണ്ഡലം വിട്ടു. കഥകളി ചെണ്ട ഒന്നും മുഴുവൻ പഠിക്കാൻ നിന്നില്ല. 4 വർഷത്തെ കോഴ്സാണ്. അത് തന്നെ വീട്ടിൽ നിന്ന് ഒളിച്ചോടിയതാണ്. കലാമണ്ഡലത്തിൽ വീട്ടിൽ നിന്ന് വിടത്തില്ലായിരുന്നു, ചോദിക്കാതെ പോയതാണ്. നവോദയ പോയതും ചോദിക്കാതാണ്. പിന്നീട് സിനിമയ്ക്ക് പോയതും അനുവദിച്ചിട്ട് വിടത്തില്ലായിരുന്നു. പാരൻസ് എന്തായിരുന്നു? ഞങ്ങൾ കൊയർ എക്സ്പോർട്ടിങ് ഫാമിലിയാണ്. അതുകൊണ്ടുമില്ല, അപ്പോൾ അച്ഛനൊക്കെ ബിസിനസ്സുകാരാണ്. മക്കളെല്ലാം ബിസിനസ്സുകാരനാകണമെന്ന് വലിയ നിർബന്ധമുള്ള ആളുമായിരുന്നു. അതുകൊണ്ട് ഈ സിനിമ എന്ന് പറഞ്ഞാൽ അന്നത്തെ കൊള്ളിയലാത്ത ഫീൽഡിലേക്ക് ഇങ്ങനെ ഒരാൾ പോയതിലുള്ള സങ്കടം ഉണ്ടായിരുന്നു അച്ഛന്. എന്താണ് പഠിച്ചത്? ഞാൻ BSc സുവോളജി ഫസ്റ്റ് ക്ലാസ് ഒക്കെ എടുത്ത് പാസ്സായുള്ള, പിന്നെ അതൊക്കെ നിർത്തി. സുവോളജി, ചെണ്ട, അത് കഴിഞ്ഞ് സിനിമയിലേക്ക് വരുന്നത് എപ്പോഴാണ്? ഞാൻ ജിജോയുടെ ശിഷ്യനായിട്ട് പടയോട്ടത്തിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വരുന്നു. അന്ന് സിബിച്ചന് ഞാൻ റൂംമേറ്റാണ്. പടയോട്ടമായിരുന്നു ആദ്യത്തെ സിനിമ എക്സ്പീരിയൻസ്. പിന്നെ കുട്ടിച്ചാത്തൻ. കുട്ടിച്ചാത്തൻ്റെ ഒക്കെ വർക്കിൻ്റെ കാലത്തെ ഓർമ്മകൾ എന്തൊക്കെയാണ്? മറ്റേ പത്മരാജൻ സാറൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തോ ഉണ്ടായിരുന്നു? പപ്പേട്ടനായിരുന്നു ആദ്യം കുട്ടിച്ചാത്തൻ്റെ സ്റ്റോറി എഴുതാനായിട്ട്. ഇപ്പം അന്നത്തെ ഞങ്ങളെല്ലാം കോളേജ് കഴിഞ്ഞ സമയം ഇന്ത്യയിലെ ആദ്യത്തെ 3D ഇറക്കണമെന്നുള്ളൊരു വാശി. അതിനിറങ്ങിയപ്പോഴേ കഥ തപ്പുമ്പോഴേ പപ്പേട്ടൻ, മനോരമ, ബോബൻ മോളിയിലെ ടോംസ്, ഇങ്ങനെ ഒരുപാട് അന്നത്തെ പലരുമായിട്ടും ഇരുന്നു. പപ്പേട്ടനും ഞാനും ജിജോയുമായിട്ട് ഇങ്ങനെ കേരളത്തിൽ ഈ കുട്ടിച്ചാത്തന്മാരുടെ സ്ഥലത്തെല്ലാം സഞ്ചരിക്കുകയും പപ്പേട്ടൻ അതിൻ്റെ ഒരു ബേസിക് ലൈനെല്ലാം എഴുതുകയും പല നാളുകളിലെ ഡിസ്കഷനായിരുന്നു. പപ്പേട്ടൻ്റെ ഒരുപാട് എലമെൻറ്റ്സ് കുട്ടിച്ചാത്തനകത്ത് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് ഈ ആഡ് ഫിലിം? ഞാൻ വളരെ പിന്നീട്, അതായത് 83-ൽ ഞാൻ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ഞാനൊരു കേരളത്തിലെ നദികളെന്നും പറഞ്ഞൊരു ഡോക്യുമെൻ്ററി എടുത്ത് 83-ൽ. ഒരു കാറിനകത്തൊരു ഡ്രൈവറുമായിട്ടൊരു ക്യാമറയും ഒക്കെ ആയിട്ട് നടന്നിട്ട്. അത് എന്ത് ഫോർമാറ്റിലാണ് ഫിലിം? 35mm. അന്ന് വലിയ ചിലവില്ലത്. അന്ന് ഒരുപാട് ഫിലിംസ് ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് അന്ന് സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അപ്പം ഒരു ഭയങ്കര റെക്കഗ്നിഷൻ പോലെ തോന്നി. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഇട്ടിരുന്ന ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നി. കലാമണ്ഡലം കൃഷ്ണൻ നായർ ആശാൻ അന്ന് ജീവിച്ചിരിപ്പുണ്ട്, കഥകളിയുടെ ജീനിയസ്. കൃഷ്ണൻ നായർ ആശാനുമായിട്ട് കണ്ടു. ആശാൻ സ്വതേ അങ്ങനെ ആരുടെടുത്തും സിനിമ ഡോക്യുമെൻ്ററി എടുക്കാൻ ഒരു സമ്മതമൊക്കെ ഇല്ലാത്ത ആളായിരുന്നു. അപ്പോൾ ഞാൻ കലാമണ്ഡലത്തിൽ ആദ്യത്തെ ചെണ്ട പഠിച്ച ക്രിസ്ത്യൻ സ്റ്റുഡൻ്റൊക്കെ ആയതുകൊണ്ട് എനിക്ക് അത്യാവശ്യം അപ്പോൾ അറിയാം. ഞാൻ കഥകളി റെഗുലറായിട്ട് കാണുന്ന ആളുമായിരുന്നു. ആശാൻ എന്നോട് സമ്മതിച്ചു. അങ്ങനെ 84-ൽ ഞാൻ പിന്നെ കലാമണ്ഡലം കൃഷ്ണൻ നായരെടുത്തു. അതിന് പ്രസിഡൻറ്റിൻ്റെ അവാർഡ് കിട്ടി, നാഷണൽ അവാർഡ് കിട്ടി. അതോടെ ഞാൻ തീരുമാനിച്ചു, എനിക്ക് ജോലി അറിയാൻ തീരുമാനിച്ചു. പിന്നെ വഴി സുഹൃത്തുക്കൾക്കൊക്കെ വേണ്ടി എടുത്തു തുടങ്ങിയതാണ്. സിറ്റിമാൻ ഷർട്ട്സൊക്കെ ആദ്യത്തെ പരസ്യമാണ്. സെൻറ്റ് ജോർജ് കുട, അതൊക്കെ അത്യാവശ്യം അന്ന് നല്ല പോപ്പുലറായിരുന്നു. അതുകൊണ്ട് പിന്നെ അന്ന് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെയല്ല, ഈ ക്ലയൻസ് നമ്മളെ അന്വേഷിച്ച് ഫോൺ ചെയ്ത് നമുക്ക് പരസ്യം തരുന്നൊരു കാലമായിരുന്നു. പിന്നെ ഞാൻ പിന്നീട് അലുക്കാസ് വാലപ്പാട്ടും അങ്ങനെ പലതും എടുത്തിട്ടുണ്ട്. പലരും ഡയറക്റ്റായിട്ട് വിളിക്കും, ഞങ്ങൾക്കൊരു പരസ്യം വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ 25 കൊല്ലം മുമ്പുള്ള കാര്യം. അന്ന് ഈ മ്യൂസിക്കൊക്കെ ചെയ്ത ദിലീപ് എന്ന പയ്യൻ ആണ് പിന്നീട് റഹ്മാനായത്. ഈ മ്യൂസിക് ഇതിനെ എല്ലാം ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. താങ്കളുടെ പരസ്യങ്ങൾ, വളരെ പോപ്പുലർ ആയിട്ടുള്ള പരസ്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ അതിൽ കുസൃതിയുള്ള ഒരു കുട്ടിയുണ്ട് അതിൻ്റെ പുറകിൽ. അതിന് ഉള്ളിലുമുണ്ട്, അതിന് പുറകിലുണ്ടെന്ന് എനിക്ക് ഇപ്പോൾ മനസ്സിലായി. മഴ കുട എന്ന് പറയുന്നതിലും അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പൻ ചുട്ടെന്ന് പറഞ്ഞാൽ പഴയൊരു ഫോക്ക് കാര്യം വെച്ചിട്ട്, അപ്പോൾ അതിലെന്തുകൊണ്ട് ചെണ്ട വന്നു എന്നൊക്കെ എനിക്കിപ്പോൾ മനസ്സിലായി. എങ്ങനെയാണ് പേഴ്സണലൈസ് ചെയ്യുന്നത് ആഡ്സിന്? ഒരുപക്ഷെ അതിന് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു തലമുറയിൽപ്പെട്ട ആളായിരിക്കും ഞാൻ. ഈ 10-200 ആഡ് ചെയ്ത് കാണും. ഇതിൽ 99.9% സ്ക്രിപ്റ്റും ക്ലയൻറ്റുമായിട്ട് നേരിട്ട് സംസാരിച്ചിട്ട്, അല്ലെ ഏജൻസിയായിട്ട് സംസാരിച്ചാൽ പോലും ഒറ്റയ്ക്കിരുന്നുണ്ടാക്കുന്നതിൻ്റെ സുഖം, അല്ല കൂട്ടുകാരോട്, അല്ലെ ഭാര്യയായിട്ട്, അല്ലെ മക്കളുമായിട്ട് ഷെയർ ചെയ്ത് തന്നെ ഉണ്ടാക്കി
ഇന്നതിൻ്റെ സുഖം ഇന്നും എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഏജൻസി ആയിട്ട് ഇരുന്നാൽ പലപ്പോഴും എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അത് ഒരുപക്ഷെ അത് വളരെ ചോദിച്ച പോലെ പേഴ്സണലൈസ്ഡ് ആയിട്ടാണ് ഇതിനെ ആദ്യം മുതലേ കാണുന്നത്. പക്ഷേ അതിനു മുമ്പുള്ള വ്യക്തമായ ഒരു ബ്രീഫ് ക്ലയൻസിൽ നിന്നും മേടിച്ച് ഏത് കാറ്റഗറിക്കുള്ളതാണ്, കുട്ടിക്കാണോ വലുതിനാണോ, ചിലതിനെയൊക്കെ ഞാൻ തന്നെ കാറ്റഗറൈസ് ചെയ്ത്. ഈ കൊട ഒരു കാലത്ത് അപ്പനും അമ്മയും വലിയവരുടെ ഒരു ആഡുകളിൽ നിലനിന്നൊരു കാലത്ത് ഇതൊരു പിള്ളേർ പ്രോഡക്റ്റ് ആക്കിയത് എനിക്ക് തോന്നുന്നത് ഞാനാന്ന് തോന്നുന്നു. പിന്നീട് എല്ലാ ആഡുകാരും പിന്നെ പിള്ളേരെ തന്നെ പിടിച്ച് കുട വയ്ക്കാൻ തുടങ്ങി. അല്ല, ഈ ജ്വല്ലറി ആഡുകളിൽ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഈ ബ്രൈഡിനെ കൊണ്ടുപോകുന്നത് ഞാനറിയാം. ആലപ്പാട്ടോ ആലൂക്കാസോ ഒക്കെ എടുത്തപ്പോഴേ ഈ കല്യാണ പെണ്ണിനെ എൻ്റെ ഒരു ക്യാരക്ടറാക്കി കൊണ്ടുവരികയും പിന്നെ ഒരു കല്യാണ പെണ്ണുങ്ങളുടെ ഒരു ബഹളമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഫ്രീഡം ഓഫ് തോട്ട് ഒന്നും ഉണ്ടായിരുന്നത് കൊണ്ടും നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റിൽ നമുക്ക് തോന്നുന്ന എന്തോ ഒക്കെ ചെയ്തത് കൊണ്ടും ഒക്കെ പല ആഡ്സിനും ഒരു ഒറിജിനാലിറ്റി കിട്ടുമായിരുന്നു. ഇന്നും ഒരു പക്ഷേ അതൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു. ഒരു സിനിമ ചെയ്തു, അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു. ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സിനിമയായിരുന്നു. എന്തുകൊണ്ടാണ് പിന്നീട് ഒരു വരാതിരുന്നത് നന്നായി, അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ ചിലപ്പോൾ വരാതിരുന്നത് നന്നായി തമാശയ്ക്ക് പറഞ്ഞാണ്. പക്ഷേ ഇല്ല, ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള, ഇത്രയും പശ്ചാത്തലമുള്ള, ഇത്രയും ടാലൻ്റ് ഉള്ള ഒരാൾ പിന്നെ എന്തുകൊണ്ട് സിനിമ ഉപേക്ഷിച്ചു? ഞാൻ വാസ്തവത്തിൽ സിനിമയുടെ കാര്യത്തിൽ ഇച്ചിരി താടിയൊക്കെ ഉള്ള ആളാണ്. സിനിമയിലേക്ക് വരുമ്പോൾ ആഡിൽ ഞാൻ എന്ത് ചെയ്താലും ഞാൻ ഒരു സീരിയസ് ഫിലിം വ്യൂവറാണ്. സീരിയസ് ആയിട്ട് സിനിമയെ കാണുന്ന ആളാണ്. ഫിലിം ഫെസ്റ്റിവൽ അറ്റൻഡ് ചെയ്യുന്ന ആളാണ്. സിനിമ വളരെ സീരിയസ് ആയിട്ട് സമീപിക്കുന്നുണ്ട്. എനിക്കിപ്പോൾ എന്തോ പണ്ട് മുതലേ ഈ ഒരു സാധാരണ സിനിമ ഒരു പാട്ടും കൂത്തും ഇടിയും തൊഴിയുള്ള അങ്ങനെയൊക്കെ ചെയ്യാനുള്ള എനിക്ക് എൻ്റെ മനസ്സെന്നെ അനുവദിച്ചിട്ടില്ല. ഇപ്പോൾ ആദ്യകാലങ്ങളിൽ റഹ്മാനായിരുന്നു മ്യൂസിക്കൊക്കെ ചെയ്തത്. ഈ അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു അതൊക്കെ ആരാ ചെയ്തത്? ആ പാട്ട് ശരത്ത്. ലിറിക്സ് ഷിബു ചക്രവർത്തി. അതായത് അന്ന് സിനിമ പാട്ടിന് പൈസ കൊടുക്കണ്ട, TV വരുന്നതിന് പരസ്യം കൊടുത്താൽ ഒരുപാട് പൈസ ആകും. അപ്പം സിനിമ പാട്ടാ ലാഭം, ഒരു കൊച്ചു സിനിമ എടുത്താൽ പോരെ. മാത്യു പോളുമായിട്ട് ആദ്യം ചെയ്യുന്ന വർക്ക് യഥാർത്ഥത്തിൽ അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു എന്നുള്ളതല്ല. അതിനു മുൻപ് ആലുക്കാസിൻ്റെ ഒരു ആഡ് ചെയ്തിരുന്നു. ആലുക്കാസിൻ്റെ ആഡ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അന്ന് ഞാൻ മാത്യു പോളിനെ എനിക്ക് അറിയില്ല. എൻ്റെ 7:30 കൂട്ടത്തിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് ഒരു ഫോൺ വരെ ചെയ്യുന്നത്, ഒരു ആഡ് എഴുതാൻ വേണ്ടി മദ്രാസിലെത്തണം എന്ന് ചോദിച്ചു. ഒരു ആഡല്ലേ, മദ്രാസ് വരെ വരേണ്ട കാര്യമില്ലല്ലോ, ആ ട്യൂണൊന്ന് തന്നാൽ മതി, ഞാനൊരു 1 hour എഴുതിത്തരാം. ഇല്ല, മദ്രാസിലെത്തിയേ പറ്റുള്ളൂ, കാരണം അങ്ങനെ അത് എഴുതാൻ പറ്റുള്ളൂ. ഞാൻ വിചാരിച്ചു എന്തിന് ഇത്ര പൈസ ചിലവാക്കുന്നു, പൈസ ഒന്നും പ്രശ്നമില്ല. സോ ഞാൻ പറഞ്ഞു ടു ആൻഡ് ഫ്രോ ഫ്ലൈറ്റ് ടിക്കറ്റ് തന്നോളൂ, ഞാൻ വരാം. വരുമൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ലൊക്കേഷനിലേക്ക് പോയത്. പക്ഷേ ലൊക്കേഷനിലെത്തുമ്പോൾ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് വന്നു, ഞാൻ മദ്രാസിലെത്തുന്നു. ആനന്ദായിരുന്നു മ്യൂസിക് ഡയറക്ടർ. രാത്രി തന്നെ ഞാൻ എഴുതി കൊടുത്തു. പിറ്റേ ദിവസം രാവിലത്തെ ഫ്ലൈറ്റിൽ ഞാൻ തിരിച്ചു പോന്നു. ഇതായിരുന്നു ഞാനും മാത്യു പോളും തമ്മിലുള്ള ആദ്യത്തെ കൂടിക്കാഴ്ച. പക്ഷെ അതിൻ്റെ അകത്ത് തന്നെ എനിക്ക് മാത്യു പോളിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ടുവേഴ്സ് ആഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നീട് ഒരുപാട് വർക്ക് ചെയ്തു. അപ്പോൾ അതിൽ മാത്യു പോൾ ചെയ്ത വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പരീക്ഷണമായിരുന്നു അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു എന്നുള്ളതിൽ ഉള്ള പടം. ശരത്തായിരുന്നു മ്യൂസിക്. വളരെ എൻജോയ് ചെയ്ത മാത്യു പോളിൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഞങ്ങൾ കമ്പോസ് ചെയ്യുകയും പിന്നീട് അത് സിനിമയായിട്ട് വരികയൊക്കെ ചെയ്തൊരു വർക്കാണ്. എനിക്ക് തോന്നുന്നു ആ ആഡിൻ്റെ വേൾഡിൽ ഒരു ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പരീക്ഷണം തന്നെയായിരുന്നു.